ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ കുട്ടിയുടുപ്പുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് ഞാനൊരു കുട്ടിയുടുപ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 2-3 കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ നോക്കിയാൽ ഇന്നത്തെ മോഡൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. ഒരു 1/2 മീറ്റർ മെറ്റീരിയൽ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ പീസിനെ ഞാൻ ഉണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് വേണോ അത് എടുക്കുകയാണ് കേട്ടോ. അതായത് ഇറക്കം നമ്മൾ ബോഡിയിൽ നിന്ന് നോക്കുക, ആ ഇറക്കം കുഞ്ഞിൻ്റെ ഇറക്കം നോക്കുക, വീതി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ഡബിളായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഒന്നുകൂടെ 2ആക്കി മടക്കി. അപ്പോൾ ടോട്ടൽ 4ആക്കി മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൈക്കുഴി വെട്ടാനായിട്ട് അറ്റത്തുനിന്ന് ഞാനൊരു 2 ഇഞ്ച് അകലത്തിലും 2 ഇഞ്ച് ഇറക്കത്തിലും ഒരു മാർക്കിട്ട് കൊടുക്കണം. നമ്മൾ നൈറ്റിയൊക്കെ വെട്ടുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു കൈക്കുഴി കൊടുക്കില്ലേ, അതുപോലെ തന്നെ കേട്ടോ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ നെക്കിലേക്കാണ് കൊടുക്കണം, ബാക്കിയുള്ള പോർഷൻ. പക്ഷേ ഈ പോർഷൻ നെക്ക് എന്ന് പറയുമ്പോൾ ഇത്തിരി വീതി കൂടിയ പോലെ നിങ്ങൾക്ക് തോന്നണില്ലേ. നടുഭാഗത്ത് നമുക്ക് ഒരു കുറച്ച് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് താഴത്തേക്ക് മാറ്റിയിട്ട് ഒരു മാർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നൈറ്റിയൊക്കെ ഈ പ്ലേറ്റഡ് നൈറ്റി നമ്മളിങ്ങനെയല്ലേ ചെയ്യണത്, ആ രീതിയിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. കുഞ്ഞുടുപ്പാണ്, നല്ല ഭംഗിയുള്ള ഉടുപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് തുണിയുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നോക്കിയാൽ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. കണ്ടോ, ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ളത് 2 പീസും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്രോസ് പീസുകളാണ് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ എത്ര അകലം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇത്തിരി അകലം കൂടുതലാണ് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഒരു 10 ഇഞ്ചും കാണൂല, 8 ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് 8 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് തന്നെ വേണമെന്നില്ല കേട്ടോ. മടക്കിയിട്ടിട്ട് കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ ഷോൾഡർ അടുപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് നടുക്ക് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞ് പ്ലേറ്റ്സ്, എത്രത്തോളം പ്ലേറ്റ്സ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിങ്ങനെ, അതായത് എത്രത്തോളം നമുക്ക് ഷോൾഡർ എടുക്കണം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എന്നിട്ട് അളന്ന് നോക്കുക. അപ്പോൾ ഒരു 8 ഇഞ്ചൊക്കെ വന്നിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ആവശ്യമില്ല, 8 ഇഞ്ചാണ് അതിന് ഓൾറെഡി ഷോൾഡർ ഉള്ളത്. നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളി സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. കുറച്ചൊന്ന് വള്ളി ഇങ്ങനെ ഷോൾഡർ കഴിഞ്ഞിങ്ങനെ അകത്തേക്ക് കയറി നിൽക്കണം, എന്നാലാണ് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ വള്ളി ഊർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാനൊരു 7 ഇഞ്ച് വരെ വരുന്ന വിധത്തിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു സൈഡിൽ മാത്രമായിട്ടല്ല, പ്ലീറ്റ്സിൻ്റെ 2 സൈഡിലേക്ക്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 2 പീസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 7 6 എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അളവനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. തീരപ്പൊടിയാണെങ്കിൽ 6 ഇഞ്ചൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് റെഡിയാക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് ഫ്രണ്ടും ബാക്കും ഞാൻ ഇതുപോലെ പ്ലീറ്റ്സൊക്കെ ഇട്ട് ഒരേപോലെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യുക. കുറച്ചുകൂടെ തുണി അധികമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. പ്ലീറ്റ്സ് ഒരുപാട് വരുമല്ലോ. ഇതിലുള്ള തുണി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് കണ്ടോ, ഒരു 14-15 ഇഞ്ച് അത്രേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ എന്ന് തോന്നണം, അത്രേ ഉള്ളൂ. ഞാൻ ആ സൈഡിൽ നിന്നുള്ള പീസ് വെട്ടിയെടുത്തല്ലോ. ഇനി ഇറക്കം വന്നിട്ട് നമുക്ക് എത്രയാണ്, ഒരു 17 ഇഞ്ചൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ ഇറക്കം. ഞാനൊരു 6 മാസമുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കുന്നത്. ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സൈഡിൽ നിന്ന് വെട്ടിയെടുത്തില്ല, ആ പീസിൽ നിന്ന് ആവശ്യത്തിന് ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നെക്കിൻ്റെ ഭാഗത്തും വേണം, കൈക്കുഴിയിൽ നിന്ന് വള്ളി അനുസരിച്ച്, അതായത് വള്ളിയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലെങ്ത്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അത് നെക്കിൻ്റെ ഭാഗത്ത് പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ മോഡൽ പൈപ്പിംഗ് വെക്കണതൊക്കെ. എന്തായാലും ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല വശത്ത് ആ കുഞ്ഞു പീസിൻ്റെ ക്രോസ് പീസ് അയക്കണം കേട്ടോ. ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഇനി അകത്തേക്കൊന്ന് മടക്കി കൊടുക്കണം. കാണിച്ചു തരാം. ഇങ്ങനെ അടിച്ചില്ലേ. ഇനിതാ എൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് പിന്നെ ഇതുപോലെ ഫുള്ളായിട്ട് മടക്കണ്ട, പൈപ്പിംഗ് പോലെ, അതായത് ഒരു 1/4 ഇഞ്ച് വീതിയുള്ള പൈപ്പിംഗ് പോലെ ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ആ തയ്യൽ പോയ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം തയ്ച്ച ആ ഭാഗത്ത് തന്നെ, തുമ്പത്തല്ല കേട്ടോ, ആ തയ്ച്ച ഭാഗത്ത് തന്നെ ഇങ്ങനെ തയ്ച്ച് അത് സെക്യൂറായിട്ട് വെക്കാം. കണ്ടോ, അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. നെക്കിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി കൈക്കുഴിയിൽ നിന്ന് പൈപ്പിംഗ് വെക്കുമ്പോൾ വള്ളിയും കൂടെ നിർത്തിയിട്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ചെയ്യേണ്ടതെന്ന്.
അപ്പോൾ ഇതേപോലെ 2 സൈഡും നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ കൈക്കുഴിയിലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം കേട്ടോ. കൈക്കുഴിയിൽ അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ ബാക്കി വന്ന ക്രോസ് പീസൊക്കെ ഇങ്ങനെ നീളത്തിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കൈക്കുഴിയുടെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ കയറി വരണം. അപ്പോൾ ഇതൊരു കെട്ടുടുപ്പ്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ മടക്കി കണ്ട, ഇതേപോലെ മടക്കി ഇതാ അകത്തേക്ക് വീണ്ടും മടക്കി നീറ്റാക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വള്ളി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിത് വെട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് 4 ആക്കി എടുക്കുകയാണ്. ഇപ്പം നീളത്തിൽ കിടക്കുകയാണ്, ഞാനത് 4 ആക്കി എടുക്കുന്നുണ്ട്. 4 വള്ളി വേണമല്ലോ. അപ്പോൾ നമുക്ക് വള്ളിക്ക് ലെങ്ത്ത് എത്ര വേണം നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ ആ തുണി കഴിഞ്ഞിട്ട്, അതായത് ഇവിടം വരെയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നല്ല നീറ്റായിട്ട് മടക്കി വെച്ചാൽ മതി കേട്ടോ. ഒരേ ലെവലിലായിരിക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊന്നും ഇരിക്കരുത്. ഇതേപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. അറ്റം വരെ അടിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടോ? അപ്പോൾ ഞാൻ ഈ വള്ളി ഒന്ന് ചെക്ക് ചെയ്ത് എത്രത്തോളം ലെങ്ത്ത് ഉണ്ട് നോക്കണമല്ലോ. 4 സൈഡിലേക്കും വെക്കണമല്ലോ, ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്നുള്ളത് നോക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാൽ ഈ വള്ളീനെ ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കി, എന്നിട്ട് അതിനെ 4 ആക്കി മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. എന്ന് വെച്ചാൽ വേറെ തുണി ആഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ വേറെ മെറ്റീരിയൽ ഇല്ല, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആയിട്ട് കൊടുക്കണം. ഞാൻ ഇത് തന്നെ കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മെറ്റീരിയൽ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഒരു വള്ളി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ 3 സൈഡിലും 3 കൈക്കുഴി വരണുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വെച്ച പോലെ തന്നെ ഇപ്പുറത്തും എല്ലായിടത്തും വെച്ചെടുക്കുക. എല്ലാ സ്ഥലത്തും ഞാൻ അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഉടുപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തയ്യലറിയാത്തവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞു വെട്ടേഷണങ്ങൾ ഞാൻ എടുത്തതാണ്. തീരെ വെട്ടേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് തുമ്പത്ത് ഒരു കുഞ്ചലൊക്കെ ഉണ്ടാക്കിയിടണമല്ലോ. തുണി അധികം ഉണ്ടെങ്കിൽ നമുക്ക് ബോൾ പോലെയൊക്കെ ഉണ്ടാക്കിയിടായിരുന്നു. പക്ഷേ ഇത് തുണി കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് നമ്മുടെ ടാസിൽസ് പോലെ നമുക്ക് റെഡിയാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെട്ടേഷണങ്ങൾ. ആ കൈക്കുഴിയൊക്കെ വെട്ടിക്കളഞ്ഞില്ല, ആ പീസുകളാണ്. ഞാനത് ഇതിലേക്ക് വെച്ചിട്ട് ത്രികോണാകൃതിയിൽ മടക്കി കണ്ടോ. നല്ല വശം അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ വെക്കണം, എന്നാലാണ് മറച്ചിടുമ്പോൾ നല്ല ഭംഗിയിൽ പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടിച്ച് ചരിച്ചിങ്ങോട്ട് അടിച്ച് വെക്കുക. ആ കൈക്കുഴി വെട്ടിക്കളഞ്ഞ പീസാണ് കേട്ടോ അത്. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് വിടർത്തി നോക്കിയോ, കണ്ടോ. വലിയ ഭംഗിയെന്ന് പറയാനില്ല, എങ്കിലും ഒരു എൻഡിങ് വേണമല്ലോ. ആ ഒരു തുമ്പ് ഇങ്ങനെ വെറുതെ കിടക്കണേനേക്കാളും നല്ലയില്ല അങ്ങനെ ഒരു എൻഡിങ് വരണത്. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 4 സൈഡിലും നമ്മൾ ടാസിൽസൊക്കെ പിടിപ്പിച്ച് നല്ല സൂപ്പർ ഉടുപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പണിയും കൂടിയേ ഉള്ളൂ. സൈഡ് അടിക്കുക, അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് സൈഡ് ഇങ്ങനെ അടിക്കുക. കുറച്ചധികം തുണി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടോ, താഴ്ഭാഗത്ത് കുറച്ചുകൂടെ ഫ്ലെയർ കിട്ടും. സോഫ്റ്റ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ലൈനിങ് ഇട്ടിട്ട് നമുക്കിതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സൈഡൊന്ന് അടിക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചത്. അതിന് ശേഷം അപ്പുറത്തെ സൈഡ് അടിക്കുക, അടിഭാഗവും അടിക്കുക. ഇത്രയേ ഉള്ളൂ. അടിച്ച് കഴിയുമ്പോൾ അടിഭാഗം മടക്കി അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഇറക്കം എടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ആ ഇറക്കത്തിനനുസരിച്ചുള്ള തുണി എടുത്താൽ മതി കേട്ടോ. വീതി എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ട് എടുക്കുക, അതിൻ്റെ നേരെ ഡബിൾ മെറ്റീരിയൽ. ഡബിൾ എടുത്താൽ ഇത്രയും പ്ലീറ്റ്സ് കിട്ടും. ഇനി 3 ഇരട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ ചുരുക്കൊക്കെ ഇടാൻ കിട്ടും കേട്ടോ. അടിഭാഗം ഒന്ന് മടക്കി അടിച്ചേക്കാം. കുട്ടികൾക്കൊക്കെ വീട്ടിലേക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ മോന് തയ്ക്കുമായിരുന്നു, മോൻ കുഞ്ഞായിരുന്നപ്പോഴേ. പക്ഷേ അതിനിങ്ങനെ പ്ലീറ്റ്സ് കൊടുക്കില്ല, ആൺകുട്ടിയല്ലേ. പക്ഷേ ഇങ്ങനെ കഴുത്ത് കൈയൊക്കെ കുറച്ചുകൂടെ വീതിയുള്ള തുണി വെച്ച് എന്താ പറയുക പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുടുപ്പ് റെഡി ആയിട്ടുണ്ട് കഥ പറയണതിൻ്റെ ഇടയിൽ. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നമ്പറാണ് ഇതാ സ്ക്രീനിൽ കാണുന്നത്. ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ നമ്പറും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വെച്ചേക്കാം. ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനിയുണ്ട് ഉടുപ്പുകൾ. അടുത്ത ദിവസം വീണ്ടും ഉടുപ്പുകളൊക്കെ ആയിട്ട് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.